നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. കേട്ട കോട്ടകെട്ടി വാഴൂന്നാണ്. അപ്പോൾ വളരെ അധ്വാനവും പരിശ്രമവും കഴിവും ഒക്കെ ഉള്ള ഒരു നാളാണ്. ദേഷ്യവും വാശിയും കൂടുതലാണ്. ശത്രു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവര് ഒരിക്കലും സ്നേഹിച്ച് വരാൻ താല്പര്യം കാണിക്കില്ല. അതുകൊണ്ട് ഒരുപാട് ശത്രുതകളും ഏഷണിയും ഭീഷണിയും കൊണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന സമയം വരെയാണ് കഴിഞ്ഞത്. 2026 6-ാം മാസം 2-ാം തീയതി വരെ ഭയങ്കര വേഴ 8-ലായിരുന്നു. 8-ന്റെ പണി യുദ്ധക്ഷയം, പ്രവാസം, രോഗാഞ്ജനന്യം, മരണഭീതിയും, ബാധനനഷ്ടം, നാടുവിട്ടുപോക്ക്, രോഗങ്ങളും മരണഭയങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. കഴിഞ്ഞ വേഴമാറ്റത്തെ കുറിച്ച് ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോടീശ്വരന്മാര് പോലും ഒരു പൈസ കടമില്ലാതെ ബിസിനസ് ചെയ്യുന്ന കോടീശ്വരന്മാര് പോലും ആത്മഹത്യ ചെയ്ത് കളഞ്ഞ സമയമാണ് ഈ കേട്ട നക്ഷത്രത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പം കേട്ട 8-ലെ വേഴം മാറി ഈ കൊല്ലം 9, അടുത്ത കൊല്ലം 10, അടുത്ത കൊല്ലം 11, ഇങ്ങനെ 3 വർഷം വളരെ ഗുണം കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ പ്രതാപം, ജോലി, അധികാരം, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാനും, നമുക്ക് കേസ് വഴക്കിൽ ജാമ്യം കിട്ടാനും, നിയമ നടപടികളിൽ വിജയം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. കാരണം എത്രയ്ക്കും ഭയങ്കര കുഴപ്പമായിരുന്നു കഴിഞ്ഞത്. അപ്പൊ വേഴ ഇപ്പൊ 9 വന്നിട്ടുണ്ട്. 9 വേഴ സഞ്ചരിക്കുന്ന സമയം ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദ, ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കുമെന്നും ബദർഭാഗ്യസ്യ ധർമ്മസ്യ ഭാഗ്യ ധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരുമെന്നും ശുഭതപസ്, നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അത് നേടിക്കിട്ടാനും, പൗത്ര സൗഖ്യം, പുത്രന്റെ പുത്രൻ പൗത്രമ്മക്കും പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും ഒക്കെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് നമുക്ക് ഈ വർഷം. ഈ 2026 ഒക്ടോബർ മുതൽ 2027 ജനുവരി വരെ വേഴൻ നമുക്ക് 10-ൽ വരും. 10-ൽ വേഴം വരുമ്പോൾ 10 എന്ന് പറഞ്ഞ ജോലിയാണ്. ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും. ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്ന ഏത് പരീക്ഷകളും മത്സരങ്ങളിലും നമുക്ക് വിജയം കിട്ടാനും, ഒരു ജോലി കിട്ടിയ സർക്കാർ ജോലിയാണെങ്കിൽ, പ്രൈവറ്റ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ആശ്വാസം ഉണ്ടെങ്കിൽ, കഴിയുന്നത് നിങ്ങളൊരു സർക്കാർ ജോലിക്ക് ശ്രമിച്ചാൽ നല്ലൊരു ജോലി കിട്ടിയ മരിക്കുമ്പോൾ പെൻഷൻ വരെ കിട്ടും. അപ്പൊ അതേപോലെ മരിക്കുന്നത് വരെ പെൻഷൻ വരെ കിട്ടും. അത് ഒരു സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പൊ അതേപോലെ നമുക്ക് വിജയങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന സമയം. അപ്പൊ പഠിക്കുന്നവർക്കൊക്കെ പഠിക്കുന്നേ തെറ്റില്ലെങ്കിലും ഇപ്പൊ പല ടെസ്റ്റുകള്, ഇന്റർവ്യൂകള്, ക്യാമ്പസ് ഇന്റർവ്യൂകള്, അതേപോലെ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലൊക്കെ നമുക്ക് ജോലി, സെലക്ഷൻ, അംഗീകാരം, സ്റ്റൈഫൻഡ് കിട്ടാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് യോഗമുള്ള സമയമാണ്. അങ്ങനെ ജോലിയും പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടി നമുക്ക് നല്ല തരത്തില് അഭിവൃദ്ധിപ്പെട്ടു വരാൻ യോഗമുള്ള ഘട്ടമാണ്. അത് വേഴം ബുദ്ധിയും പുത്രനും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ്. അപ്പൊ പുത്രൻ എന്ന് വെച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗമാണ്. അതുകൊണ്ട് പഠിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന പുതിയ തലമുറയാണ്. അപ്പൊ നിങ്ങൾക്ക് സന്താനം ലഭിക്കാൻ യോഗമുള്ള സമയത്ത് നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനത്തിന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സന്താനങ്ങൾ ഉണ്ടാവും. കാരണം ഒരുപാട് വർഷങ്ങൾ കഴിച്ച് മക്കൾ മതി എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് മക്കളില്ല. കാരണം ഇപ്പം നമുക്ക് 12 വർഷത്തിലൊരിക്കലാണ് വേഴ 9-ലും 10-ലും ഒക്കെ വരും. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് മക്കളുണ്ടാകാൻ യോഗമുള്ള സമയമാണ്. കാരണം മക്കളുണ്ടാകാൻ തടസ്സമുണ്ടെന്ന് ആശുപത്രിക്കാർ പറഞ്ഞാലും ഒരു മരുന്നും മന്ത്രം ഇല്ലാതെ സന്തതി ഉണ്ടാകാൻ യോഗമുള്ള സമയം. പിന്നെ വീണ്ടും നമുക്ക് 12 കൊല്ലം വരെ കാത്തിരിക്കേണ്ടി വരേണ്ട ഗതികേട് വരാതിരിക്കാൻ സന്താന സൗഭാഗ്യങ്ങൾ കിട്ടാൻ ഇപ്പൊ യോഗമുള്ളത് കൊണ്ട് ഭർത്താവ് വേണം, സന്താനം വേണം, ഭാര്യ വേണം, കുടുംബം വേണം എന്നൊന്ന് വിചാരിച്ചാൽ ജീവിതം സുരക്ഷിതമായിട്ട് വരും. അങ്ങനെ നമുക്ക് ബുദ്ധിയും പുത്രരും മക്കളുണ്ടാവും. സ്നേഹ ദേഹ അർത്ഥം ഗുരുത്വ, സ്നേഹം കിട്ടും. എല്ലാവരും കലവിച്ചിരുന്നവരും സ്നേഹിച്ചു വരും, സ്നേഹം കിട്ടും. ദേഹം ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധി ശക്തിയൊക്കെ കിട്ടും. ഗുരുത്വം നമുക്ക് മാതാപിതാ ഗുരു ദൈവം എല്ലാവരുടെയും ഗുരുത്വം. ഒരു ആശ്രമത്തിൽ പോയാലും അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എല്ലാ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും പള്ളിയിലച്ചന്മാരുടെയും ഉസ്താദുമാരുടെയും
ആ ദിവ്യന്മാരുടെയൊക്കെ അനുഗ്രഹവും സഹായവും ഉപദേശവും മന്ത്രസിദ്ധികളൊക്കെ കിട്ടും. അങ്ങനെ മന്ത്രം നമുക്കും ജപം തപം മന്ത്രം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മനസ്സും. മന്ത്രിത്വം എന്ന് വെച്ചാൽ വലിയ പദവി അധികാരം, അതിന്റെ ഡയറക്ടറിന്റെ മാനേജിന്റെ പ്രസിഡന്റിന്റെ CEO അങ്ങനെ വലിയ പദവികളൊക്കെ കിട്ടി നമ്മൾ എങ്ങനെയാണ് അന്തത്തുവരെന്ന് വിളിച്ച് ഇക്കറി ഉന്നതിയിൽ എത്തിയതെന്ന് നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് പോലും തോന്നുന്ന ഒരു സമയമാണ്. എന്നാൽ നിങ്ങളുടെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ. പിന്നെ നമുക്ക് ഒരുപാട് ശത്രുതയും വാശിയും ശത്രുന്ന് തോന്നിയാൽ അവരെ വെറുതെ വിടുന്ന പ്രകൃതമൊന്നും ഉള്ള ഒരു നാളല്ല. അതുകൊണ്ട് ഇവര് ചെറിയ വാശിയുള്ളവരാണ്. അതാണ് ഇവരുടെ ജീവിതത്തെ തളർത്തിക്കളയുന്നത്. പലരുടെയും ശാപവും ആഭിചാരങ്ങളും നമ്മൾ അറിയാതെ ഉണ്ടായി. കാരണം ഒരു പോലീസുകാരനാണെങ്കിലും പരമാവധി ഒരുത്തനെ ഊപ്പാട് വരുത്തിക്കളയും. അത് ബാങ്ക് മാനേജരാണെങ്കിലും ഒരുത്തന്റെ കൂടും കുടുക്കൊക്കെ ജപ്തി ചെയ്ത് അവന്റെ കുടുംബത്തിന്റെ ശാപയാറ്റി അവന്റെ കുടുംബം നശിക്കും. അധികാരം ഉപയോഗിച്ചും ആ കഴിവ് ഉപയോഗിച്ചും നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിനെ നല്ലതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിജയിക്കുമെങ്കിലും ജീവിതത്തിൽ പരാജയം പലവരുടെയും ശാപങ്ങളും ആഭിചാരങ്ങളും ഒക്കെ. അതുപോലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ചില കുരുക്കിൽ നമ്മൾ പെടുത്തിക്കളയും. മറ്റുള്ളവർ നമുക്ക് പെൻഷൻ വാങ്ങിക്കാത്ത പരിപാടി വരെ ചെയ്തു കളയും. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുള്ള ഒരു നക്ഷത്രമാണ് ഇത്. പഞ്ചായത്തിൽ ചെന്ന് നക്ഷത്രം മാറ്റാൻ അപേക്ഷ കൊടുത്താൽ പറ്റണ കാര്യമൊന്നുമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും ചെയ്യണം. പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടുതൽ ദുരിതം ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ കൂടുതലും നമ്മുടെ സ്വാധീനം വഹിച്ച് വെച്ചിട്ട് കുടുംബം തകർക്കുന്ന രീതിയിലുള്ള പണികൾ ഒരിക്കലും ചെയ്യാൻ പോകരുത്. അത് നമുക്ക് ശാപാഭിചാരമൊക്കെ കിട്ടുന്നു മാത്രമല്ല നമ്മുടെ ദുഃഖകരം കർമ്മം ശുഭാശുഭ മുഹൂർത്തജോ എന്നാണ്. സുഖവും ദുഃഖവും ആകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ചെയ്യുന്ന നല്ലതും കെട്ടതുമായ കാര്യങ്ങളുടെ പ്രതിഫലനമാണ്. നമ്മൾ നല്ലത് ചെയ്താൽ പുണ്യം കിട്ടുമ്പോൾ ആ ചെയ്താൽ തീർച്ചയായിട്ടും അത് ദോഷം കിട്ടും. അങ്ങനെയുള്ള ഒരു നാളാണ്. അപ്പൊ സമയദോഷമൊക്കെ മാറി സന്താനസ്ഥാനത്തുള്ള ശനിയെ ഒന്ന് സൂക്ഷിക്കണം. ശനി 5 നിന്നാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് ആരോഗ്യത്തിന് സാമ്പത്തികത്തിന് ജീവിതത്തിന് ബുദ്ധിമുട്ടില്ല, നല്ല കാലമാണ്. പക്ഷെ സന്താനങ്ങൾക്ക് ശത്രുക്കള് കേസ് വഴക്കുകൾ കുരുക്കുകൾ സന്താനങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥകൾ. അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല, നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കൂല. പഞ്ചമ സംസക പാപക പുത്ര വിനാശം കരോതി ബലഹീനഹ എന്നാണ്. പുത്രവിനാശം എന്നോ പിള്ളേർ ചലവിച്ചു പോകുന്നത് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുന്നു. കാരണം ചെറിയ മാനസിക പ്രയാസം കൊണ്ട് അവർ മരിച്ചു കളഞ്ഞ അച്ഛനാണ് അതിന് കാരണം, അമ്മയ്ക്കാണ് എൻ്റെ കാരണം, ലവറാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നമ്മളിപ്പം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. ഒരു ഗ്രഹപ്പുഴ വരുമ്പോൾ അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ് വൈദ്യനും മന്ത്രവാദികളും ചെയ്യാനുള്ളത്. ഡോക്ടറാണെന്നും ചെയ്യണ്ട. ഒരു രോഗിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെയാണ് കൊടുക്കാറ്. ഡോക്ടർ മനസാക്ഷി ഉണ്ടെങ്കിലും ആശുപത്രിക്കാർ മനസാക്ഷി ഇല്ലാത്തവരാണ്. ഇവർക്ക് ഫീസ് അടയ്ക്കാതെ സൗജന്യമായിട്ട് ഒരു ആശുപത്രികളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, പ്രൈവറ്റ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും എത്രത്തോളം അത് നടപ്പാക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. എന്താണ് സന്താന ഗോപാല മൂർത്തി പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ ഇതൊക്കെ ചെയ്യണം. തടസ്സങ്ങൾ മാറി കിട്ടാൻ വേണ്ടിയുള്ള ആ പൂജകളും പരിഹാരങ്ങളും ചെയ്യണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തന്നാൽ നോക്കി ഫോണിൽ കൂടെ വോയിസിടെ അല്ലെങ്കിൽ കാളുകയോ ചെയ്ത് പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇത് പറഞ്ഞു തരണേന്ന് പലവരും ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളെ കുടുംബദേവനെയും വഹിച്ച് സമയം കിട്ടുമ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ, അമ്പലം, പള്ളി, ദൈവങ്ങളെ ഒക്കെ നമ്മൾ അവരുടെ താല്പര്യം അനുസരിച്ച് ജാതിയും മതമൊന്നും നോക്കണ്ട. അമ്പലത്തിൽ പറ്റുമെങ്കിൽ അമ്പലം, പള്ളി എല്ലാ ദൈവങ്ങളും നമുക്ക് ഗുണം തന്നെ. അച്ഛനും പാപ്പയും പപ്പയും ഡാഡിയും എല്ലാം ഒരാളി തന്നെ. എവിടെ പോയാലും ജാതിയുടെ പേരിന് മതത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കാതെ നമുക്ക് എല്ലാ ദൈവങ്ങളും നമുക്ക് കൂട്ടായിട്ടിരുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമാവാസി തോറും ഇവിടെ കാലഭൈരവന് പൂജകൾ നടത്തിയാൽ നല്ലതാണ്. കാലഭൈരവ പൂജ, അമാവാസി പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്. പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ജ്യോതിഷകാര്യം അറിയാമെന്നുള്ളവരും മെസ്സേജുകൾ അയയ്ക്കുക. ഒരിക്കലും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, കാള് ചെയ്യരുത്. കാരണം എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് ഈ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് 1000കണക്കിന് ആളുകൾ വരും. ആർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എന്ന് വെച്ചാൽ
കാൾ വരുമ്പോൾ അവരുടെ ജോലി കാര്യം, പ്രൊമോഷൻ കാര്യം, അവരുടെ വിവാഹ കാര്യം ഒക്കെ ഒരു കാര്യം ഒരിക്കലും ജോലി. പക്ഷെ ഞാൻ അത് പറയണമെങ്കിൽ നിങ്ങളുടെ ജാതകം ഗണിച്ച് നോക്കണം, അതിനുള്ള സാവധാനം എനിക്ക് തരണം. ഇപ്പോൾ മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതൊക്കെ ഗണിച്ച് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു തരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.